എന്താടി എന്താടി നിന്നെ ആരടി ഇങ്ങോട്ട് ക്ഷണിച്ചേ? എന്തിനാ ജയബാല പേടിക്കുന്ന? എന്നെ കാണുമ്പോഴേ മണ്ഡപത്തിന്ന് താഴെ ഇറങ്ങി വന്ന് സ്വീകരിക്കാൻ ഞാൻ VIP ഒന്നും അല്ലല്ലോ. ജയബാലേട്ടാ, എന്ത് ചെയ്യുവോ അവിടെ? ഇങ്ങ് കയറി വന്നേ, താലികെട്ടിന്റെ നേരമാ. പോടി, പോ 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 പോ. ജയബാല, മാഡം, മാഡം ഡേറ്റ് മറന്നാണെന്നൊരു സംശയം ഉണ്ടായിരുന്നേ. ഒരു മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിക്കാൻ ഞാൻ അങ്ങ് വിട്ടും പോയി. എന്നാലും മാഡം കറക്റ്റായിട്ട് ഓർമ്മിച്ച് വെച്ചേ കല്യാണത്തിന് വന്നല്ലോ. വളരെ സന്തോഷം. അല്ല മാഡം, മാഡം വാ ഇങ്ങോട്ടിരിക്കാം. അശോക, വിവരെ വാ ഇങ്ങോട്ടിരിക്കാം. വാ ഇവിടിരിക്കാം. കെട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ചടങ്ങ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളേ. അല്ല അപ്പോഴേ മാഡത്തിന്റെ വരവേ. അല്ല ഇതെന്താ നിങ്ങൾ താഴെ ഇറങ്ങിക്കുന്നേ? ചടങ്ങ് കിട്ടുന്നേ. നിവിനെ, രാഗിണി, നിങ്ങൾ മണ്ഡലത്തിലോട്ട് കേറുന്നേ. ഞങ്ങൾ ഇരിക്കുന്നില്ല ജയപാല. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാ അശോകനെയും വിപിനെയും കൂട്ടി ഞാൻ ഇവിടെ വന്നത്. ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ മോളുടെ കല്യാണം അവിടെ നടന്നോട്ടെ. തിരുവേനി, അതങ്ങ് നടത്തി കൊടുത്തേക്ക്. ബെസ്റ്റ് വിഷസ് ഫോർ ദ കപ്പിൾ. അല്ല മാഡം, ഡ്യൂട്ടിയൊക്കെ നടന്നോട്ടെ. എന്തായാലും മാഡം ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ഉണ്ണാനല്ല ജയപാല, ഊട്ടാനാ ഞാൻ വന്നത്. വാ നമുക്ക് പോയേക്ക്. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? ആ, ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അറസ്റ്റ് ചെയ്യാനോ? അതും എന്നെ? എന്നിട്ട് മാഡം എന്നെ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകൂ? കെട്ടിവരയ്ക്കാനാണോ JCP? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ജയപാല, വാറന്റ് ഉണ്ട്. അല്ല, എനിക്കെതിരെ ആരാ പരാതി തന്നേ? കാവേരിയ. അല്ല, ഇവിടെ എനിക്കെതിരെ നേരത്തെ ഒരു പരാതി തന്നില്ലയോ?
മാഡത്തിന് ഓർമ്മയില്ലേ? എന്നിട്ട് എന്തോ ആയി? അല്ല എന്താ എനിക്കെതിരെയുള്ള പരാതി? കാവേരിയുടെ അച്ഛൻ അരവിന്ദിന്റെ പണം തട്ടിയെടുത്ത് നിങ്ങൾ തോട്ടം വാങ്ങിയെന്ന്. ഛേ, അയ്യേ. മാഡത്തിന് എന്തിന്റെ കേടായത്? ഈ കേസല്ലേ മാഡം തന്നെ നേരത്തെ അന്വേഷിച്ച് തെളിവിലാകുമ്പോൾ തള്ളിയത്? കല്യാണം നടത്താനുള്ള കാര്യം നോക്കടാ. എടാ മാഡം ഒരു നേരം പോക്ക് പറഞ്ഞാടാ. നേരം പോക്ക് ഞങ്ങള് സീരിയസ് ആക്കാം. പറ്റിയ സദസ്സാ ഇത്. ബന്ധുക്കളും പരിചയക്കാരും അഭ്യുദയകാംക്ഷികളും ഒക്കെ ഉണ്ട്. വിടു സാറേ, അശോക് സാറേ അടങ്ങ്. വിടു സാറേ. അല്ല മാഡം, ഈ വല്ലോളൊക്കെ പറയുന്നത് കേട്ടെ ഒരു ഡിസിഷൻ എടുക്കാതെ മാഡം. തെളിവുണ്ടോ മാഡം? തെളിവ് ഉണ്ടല്ലോ ജയബല. എന്നാ കാണട്ടെ, എന്നിട്ടാവും ബാക്കി. അങ്ങോട്ട് നോക്കിയേ. ഇവരാണോ മാഡം തെളിവ്? ഇതെന്റെ ജോലിക്കാരനാ, എന്റെ തോട്ടത്തിലെ പണിക്കാരൻ ശിവരാമൻ. പിന്നെ ഈ കൂടെ ഉള്ളത് എനിക്ക് ആരാന്നോട്ട് പിടി കിട്ടുന്നില്ല. ഈ കല്യാണത്തിന് ക്ഷണിച്ച ആരെങ്കിലും ഒക്കെ ആയിരിക്കുവേ. ഈ ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരും ആയിട്ടെ എത്രയോ പേര് വന്നിട്ടുണ്ട്, ഉണ്ടിട്ട് പോന്നു. അതൊക്കെ ഇതാരെ ശ്രദ്ധിക്കാനാ? അക്കൗണ്ടിൽ നിന്ന് വലിയ തുകകൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി എന്റെ ക്യാബിന് മുന്നിൽ ക്യൂ നിന്നിരുന്ന ജയപാലനും എന്നെ അങ്ങ് മറന്ന്. അല്ലേ? കൊള്ളാം. ഓ, ബാങ്ക് മാനേജർ ജേക്കബ് സാറ്. ഓ സാറേ, ഈ കല്യാണം ആവുമ്പോഴേ എത്ര പേര് വന്നു പോകുന്നതാ, അതുകൊണ്ട് പറ്റിപ്പോയ സാറേ. എന്റെ ഈ പരിക്കുകളൊക്കെ എന്താണെന്ന് ജയപാലൻ ചോദിച്ചില്ല. എന്റെ സാറേ, ഞാനത് വിട്ടുപോയി. അല്ല, എന്തു പറ്റിയതാ? ഏതോ മരക്കോന്തന്റെ കൊട്ടേഷനിൽ വണ്ടി ഇടിപ്പിച്ചതാ. അങ്ങനെ ആരും വണ്ടി പിടിപ്പിക്കാൻ? റോഡാകുമ്പോ ആക്സിഡന്റ് സ്വാഭാവികമല്ലേ? റോഡാകുമ്പോ ആക്സിഡന്റ് ഒക്കെ സ്വാഭാവികമാണ് ജയബാല. ഇയാൾക്കെതിരെ തെളിവ് തരാൻ വരുന്ന ദിവസം തന്നെ ജേക്കബ് സാറിന് ആക്സിഡന്റ് ഉണ്ടാവുന്നതും ശിവരാമേട്ടനെ ഭാര്യ വീട്ടിൽ പൂട്ടിയിടുന്നതും വളരെ സ്വാഭാവികം തന്നെയാണ്. എനിക്കതിനെ തൊടുകൊടുക്കാനോ? എന്ത് തെളിവ്? കണ്ണടച്ചിരുട്ടാക്കല്ലേ ജയബാല. നിങ്ങൾ നടത്തിയ തട്ടിപ്പിന്റെ തെളിവുകൾ മുഴുവനും ജേക്കബ് സാറും ശിവരാമേട്ടനും ചാരുലത മാഡത്തിന് കൊടുത്തു കഴിഞ്ഞു. എന്തുട്ടിപ്പാ? എന്റെ അച്ഛന്റെ പണം മുഴുവനും തട്ടിയെടുത്തതിന്റെ തെളിവ്. അച്ഛൻ ഒപ്പിട്ട് തന്ന ചെക്ക് ലീഫുകൾ ഉപയോഗിച്ചും അച്ഛന്റെ ATM കാർഡ് ഉപയോഗിച്ചും പണം ചോർത്തിയതിന്റെ രേഖകള്, അച്ഛൻ മരിച്ചു കഴിഞ്ഞും പണം വലിച്ചതിന്റെ തെളിവുകള്. പിന്നെ തോട്ടത്തിന്റെ കാര്യം, അത് ശിവരാമേട്ടൻ പറയും.
പറ ശിവരാമേട്ടാ. എനിക്കിനി പറയാൻ മടിയൊന്നുമില്ല. അത് അരവിന്ദ സാറിന്റെ തോട്ടോ. അരവിന്ദ സാർ പണം കൊടുത്തു വാങ്ങിച്ച തോട്ടം. അതാ ഇയാൾ അന്യായമായി കൈവശം വെച്ചിരിക്കുന്നത്. അയ്യോ, ജയപാലേട്ടാ. ദ്രോഹി, പിന്നെ കുത്തിയല്ലേ നന്ദി കെട്ട നായെ. നായ നന്ദിയുള്ള മൃഗോ ജയബാല. എന്റെ അച്ഛൻ ചെയ്ത നന്മകളൊക്കെ തിരിച്ചറിഞ്ഞതിന്റെ നന്ദിയാ ശിവരാമേട്ടൻ ഇപ്പൊ കാണിക്കുന്നത്. നിങ്ങൾ കാട്ടിയ നെറുകേടുകളും ശിവരാമേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞു. ശിവരാമേട്ട പറ, സത്യം എന്താണെന്ന് പറയേ. നിങ്ങൾ കാട്ടിയ നെറുകേടുകളും ശിവരാമേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞു. ശിവരാമേട്ട പറ, സത്യം എന്താണെന്ന് പറയേ. നേരാ മോളെ, ഞാൻ പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. മോളുടെ അച്ഛനാ ആ 5 ഏക്കർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തത്. ബാക്കി തുക ഓരോ മാസമായിട്ട് ഗൾഫിൽ നിന്ന് അയച്ചു തന്നുകൊണ്ടിരുന്നു. പലതവണ പണമെടുക്കാൻ ഞാനും ഇയാളോടൊപ്പം ബാങ്കിൽ പോയിട്ടുണ്ട്. ചിലപ്പോൾ അരവിന്ദ സാർ ഒപ്പിട്ട ചെക്കുമായി ഞാനാ ബാങ്കിൽ പോയി പണം മാറിയിരുന്നത്. ആ പണം ഞാൻ തന്നെയാ ടൗണിലുള്ള സ്ഥലമുടമയുടെ കൈ കൊണ്ട് കൊടുത്തിരുന്നത്. പണം മുഴുവൻ അടച്ചു തീർത്തിട്ടാ അരവിന്ദ സാർ കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ വന്നിരുന്നത്. അപ്പോഴാ സാറ് വാങ്ങിയ തോട്ടമാണെന്ന് പറഞ്ഞ് ഇവരെ എല്ലാം കൊണ്ടുപോയി കാണിച്ചത്. മോളുടെ കല്യാണത്തിന് പണം ആവശ്യം വന്നപ്പോൾ സാറ് ചോദിക്കാൻ തോട്ടത്തിൽ വന്നിരുന്നു. പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച നടത്താമല്ലേ പറഞ്ഞേ? അത് പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട് അരവിന്ദ. കുഴപ്പമോ? തിരക്കിനിടയിൽ ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയതാ. തോട്ടത്തിന് വേണ്ടി നമ്മുടെ ഇന്ന് പണം വാങ്ങിച്ച ആളെ ഹോസ്പിറ്റലിലാണ്. ഓമാശ്ശേരി എന്നാ ഡോക്ടർമാർ പറയുന്നേ. അരവിന്ദ 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 പച്ചക്കള്ളമാണെന്ന് ഇയാൾ പറഞ്ഞത്. അരവിന്ദ സാറിൻ്റെ അക്കൗണ്ടിൽ പണമില്ലെന്നും സ്ഥലം ഉടമ കോമയിലാണെന്നും ഒക്കെ. അരവിന്ദ സാർ മരിച്ചതിന് ശേഷവും ആ അക്കൗണ്ടിൽ നിന്ന് ഇയാൾ ലക്ഷങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇല്ലേ ജേക്കബ് സാറേ? ശരിയാ. കൂട്ടുകാരെ വഞ്ചിച്ചതിനെ സങ്കടവും ചങ്കിലിട്ട അരവിന്ദ് സാർ അന്ന് ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതാരോടും പറയാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാ. പിറ്റേ ദിവസം സാറ് മരിച്ചു കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ ഇയാൾ ആ ഭൂമി സ്വന്തം പേരിലാക്കി. നെറികെട്ട ആ ഇടപാടിന് സാക്ഷിയായിപ്പോയി ഈ മഹാഭാവി.
പറയടി. എന്റെ അരവിന്ദേട്ടന് നീ ചതിച്ചില്ലടാ, ചതിച്ചു കൊന്നില്ലടാ. കൂടപ്പറപ്പിനെ പോലെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എന്റെ അരവിന്ദേട്ടനെ ചതിച്ചു കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ? സ്വത്തും പണോ? ആ പണം നിനക്ക് നിന്റെ സന്തതി പരമ്പരകൾക്ക് ഒതുകൂടാ? എന്ത് മര്യാദ കേടാ കാണിക്കുന്നു ശാരദ? അപ്പൊ നിന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനോട് കാണിച്ചത് മര്യാദകളല്ലേടി? അല്ലേന്ന്? എന്റെ ഭർത്താവിനെ ഇവൻ ചതിച്ചു കൊന്നില്ലേ? അതൊക്കെ കണ്ടോണ്ട് നീ നിന്നില്ലേ? നിന്റെയൊക്കെ കുടുംബം വേരറ്റു പോകൂടി. എന്റെ ഭർത്താവിനെ ഇവൻ ചതിച്ചു കൊന്നില്ലേ? അതൊക്കെ കണ്ടോണ്ട് നീ നിന്നില്ലേ? നിന്റെയൊക്കെ കുടുംബം വേരറ്റു പോകൂടി. സത്യ, നിന്റെ പൊന്നുമോനെ ഇതുപോലൊരു കുടുംബത്തിലേക്ക് തള്ളിവിടേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ തെളിവായല്ലോ ജയബല. ഇവര് മൊഴിതരും. അപ്പോ നമുക്കിനി പോയേക്കാം. മാഡം, അച്ഛാ, എന്താ അച്ഛ ഇവിടെ നടക്കുന്നേ? കൊറേ നേരമായിട്ട് ഞാനിത് കണ്ടോണ്ടിരിക്കുവാ. ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തു വിടച്ചാ. എന്റെ കല്യാണം നടക്കണം. മക്കളെ, അത് എന്താ അച്ഛാ? അച്ഛന് ഞാനാണോ അതോ പണമാണോ വലുത്? ശരി മാഡം. മാഡം, ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുക. ചോദിക്കാനൊന്നും ഇല്ല ജയബല. കാവേരിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പണം പലിശ സഹിതം തരണം. ശരി, കണക്കാക്കി തരാം. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ സ്റ്റേഷനിലോട്ട് വരാം. അതൊന്നും പറ്റില്ല. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ഇപ്പൊ തന്നെ വേണം. എന്താടി, നിന്റെ സമയത്തിനനുസരിച്ച് ഞാൻ നിൽക്കണോ? അതൊന്നും നടക്കത്തില്ല. തന്റെ സൗകര്യത്തിനനുസരിച്ച് നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല ജയബാല. മര്യാദയ്ക്ക് പണം കൊടുക്കാൻ നോക്ക്. മാഡത്തിനോട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഭീഷണിപ്പെടുത്തി ജയപാലിൻ്റെ എന്തെങ്കിലും വാങ്ങാന്ന് കരുതിയാലേ നടക്കത്തില്ല. ഇത് ജയപാലിന്റെ മണ്ണാ. ഡേയ്, കല്യാണം നടക്കട്ടെ. ഡാ, തൂക്കിയെടുത്ത് വണ്ടിയിലിടറോ. കൈ വെക്കുന്നോടാ. നിക്ക് നിക്ക്, തരാം. ഞാൻ പണം തരാം. നിനക്കിപ്പം തൃപ്തിയായിട്ടുണ്ടാവൂലോടി. അപ്പൊ എന്റെ അച്ഛനെ ചതിച്ചു കൊന്നപ്പോഴോ ജയബാല തനിക്ക് തൃപ്തിയായോ? പണത്തിന് ആർത്തി പിടിച്ച ചെന്നായിയുടെ ചോരക്കൊതി തീർന്നോ? സത്യേട്ടാ, ഞങ്ങൾ കല്യാണം കൂടാനാ വന്നത്. ഈ നാണം കെട്ട പരിപാടി കണ്ടോണ്ട് നിൽക്കാനല്ല. അതെ, കല്യാണം കൂടാൻ വിളിച്ചാലേ മിണ്ടാതൊന്ന് ഞണ്ണിട്ട് പൊക്കോണം. സൗകര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി. സൗകര്യമുള്ളവർ മാത്രം. സത്യേട്ടാ, നിങ്ങളല്ലേ കല്യാണം വിളിച്ചത്? ഇതിപ്പോ വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെയായി. അച്ഛാ, വാ. എന്ത് പോലെ ഇതുങ്ങളെയൊക്കെ പണം കൊടുത്ത് വിടാൻ നോക്ക്. കല്യാണം നടക്കട്ടെ. കുരയ്ക്കുന്ന നായ്ക്കളുടെ വായിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്ക്. എന്റെ അച്ഛന്റെ പണം തട്ടിയെടുത്തെന്നല്ല, എന്റെ അച്ഛന്റെ ജീവൻ എടുത്തുന്ന തെറ്റ്. അതടി, ഞാൻ തന്നെ നിന്റെ അച്ഛനെ കൊന്നേ. കാവേരിക്കും കുടുംബത്തിനും ഇനി പുതിയ സീസൺ തന്നെയാ ജയബാല. പക്ഷെ തിരുവനന്തപുരത്തുള്ള കഥ വേറെയാ. കഥാപാത്രങ്ങളും. ജയബാല, നിന്റെ കാലം കഴിഞ്ഞു. സർവനാശത്തിന്റെ മണി മുഴങ്ങിന്ന് കൂട്ടിക്കോ.